എൻ്റെ പേര് ആർഷ. ഞാൻ യു.എയിൽ നിന്നാണ് വരുന്നത്. അമ്മയ്ക്കും തിരുകുമാരനും 1000 കോടി നന്ദി. 1000 കോടിയിലോ വാക്കുകളിലോ ഒന്നും നിൽക്കുന്നതല്ല നന്ദി എന്നുള്ളൊരു ഇത് അമ്മയോടും തിരുകുമാരനോടും. ഞാൻ യു.എയിൽ നിന്ന് ഇപ്പോൾ വന്നത് തന്നെ ഈ സാക്ഷ്യം പറയുന്നതിന് വേണ്ടിയാണ്. 2024 ജനുവരിയിലാണ്, ജനുവരി 14-ാം തീയതിയാണ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. അത് എനിക്ക് ജോലിക്കും വേണ്ടിയായിരുന്നു. കാരണം എനിക്ക് ജോലി കിട്ടുന്നില്ലായിരുന്നു. ഞാനൊരു നോൺ ക്രിസ്ത്യനാണ്. അപ്പം ജോലിക്ക് എല്ലായിടത്തും ഇൻ്റർവ്യൂവിന് പോവും, പാസ്സാകും, പക്ഷേ എനിക്ക് കിട്ടുന്നില്ല. അത് എല്ലാം പാസ്സാകും, പക്ഷെ അവർ പിന്നെ ഒരു റിപ്ലൈയും ഇല്ല. അങ്ങനെ ഒരു 5-6 മാസം കഴിഞ്ഞു. മാനസികമായിട്ട് ഭയങ്കര ഇതായി ഇരുന്ന സമയത്താണ് എന്നോട് എൻ്റെ മമ്മി പറയുന്നത് ഇവിടെ ഒരു കൃപാസനം എന്ന് പറയുന്നൊരു പള്ളിയുണ്ട്, അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടാണെന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ ആദ്യം ഞാൻ അത്ര കാര്യമായിട്ട് എടുത്തിരുന്നില്ല. പക്ഷെ പിന്നീട് ഞാനിങ്ങനെ യൂട്യൂബിൽ എനിക്ക് അച്ഛൻ്റെ ധ്യാനങ്ങളും ഓരോ ഇതും സാക്ഷ്യങ്ങളും ഒക്കെ കേൾക്കാൻ തുടങ്ങി. അതിനുശേഷം എന്താണ് ഉടമ്പടി എന്ന് ഞാൻ നോക്കി. അതിനുശേഷം ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത്. ഓൺലൈൻ ഉടമ്പടിയിൽ ഞാൻ ആദ്യമായി നിയോഗം വെച്ചത് എന്നെ ഇവിടുത്തെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കണമേ എന്നായിരുന്നു. അത് എനിക്കൊരു ജോലി കിട്ടിയിട്ട് വേണം ഇവിടെ വന്ന് ആദ്യമേ സാക്ഷ്യം പറയാനെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ ജനുവരി 14-ാം തീയതി 2024 ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ജോലിയുടെ കാര്യം പറഞ്ഞ്. ഫെബ്രുവരി 8 ആയപ്പോൾ എന്നെ ഒരു കമ്പനിയിൽ നിന്ന് വിളിച്ച് ഇൻ്റർവ്യൂവിന്. ഞാൻ പോയി, നോർമലി പോകുന്നതിന് കൂട്ട് തന്നെ പോയി വന്നു. പക്ഷേ വലിയ കാര്യമായിട്ടുള്ള ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഉടമ്പടി എടുക്കുന്നവർക്ക് ഉപ്പ്, തൈലം, തിരി ഇതെല്ലാം കിട്ടുമല്ലോ. അപ്പോൾ എനിക്കിത് കിട്ടാനുള്ള ഒരു വഴിയുമില്ല. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്കിതൊക്കെ കിട്ടാൻ എന്താണൊരു വഴി? എനിക്ക് ഉപ്പും തൈലവും ഒക്കെ കിട്ടാനായിട്ട്, അല്ലെങ്കിൽ ഈ തിരിയൊക്കെ കിട്ടാനായിട്ട്. അപ്പോൾ എൻ്റെ വീടിനടുത്തുനിന്നൊരു കുട്ടി അവിടെ വന്നായിരുന്നു. അപ്പോൾ ആ കുട്ടി സാധാരണ ഷെയർ ചെയ്യില്ലെന്നുള്ളത് പിന്നീട് ഫാദർ ഞാൻ പറയുമ്പോഴാണ് എനിക്ക് അറിയത്തില്ലായിരുന്നു. ആ കുട്ടി എനിക്ക് ഷെയർ ചെയ്തു ഒരു പച്ചത്തിരിയും ഒരു നീലത്തിരിയും. അതിനുശേഷം എനിക്ക് വേറൊരാൾ വഴി, ഞാൻ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ലാത്ത ഒരു വ്യക്തി വഴി എനിക്ക് ഉപ്പും കിട്ടി. അപ്പോൾ ഈ ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് അപ്പം ഉപ്പിൻ്റെ ഓരോരുത്തർ പറയുന്നുണ്ട്, ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ ഉപ്പിട്ട് പ്രാർത്ഥിച്ചാൽ നമുക്കത് കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ ഉപ്പും കൊണ്ടാണ് അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പോയത്. അന്നേരം എൻ്റെ ഹസ്ബൻഡ് ചെറുതായിട്ട് എന്നെ കളിയാക്കുന്നുണ്ട് ഈ ഉപ്പും കൊണ്ടൊക്കെ പോകുന്നുണ്ട്. കാരണം ഞങ്ങൾ ഹിന്ദുക്കളാണ്, അപ്പം നമ്മൾ നാളൊക്കെ നോക്കിക്കുന്നു ജോലി കിട്ടുമോയെന്ന്. അപ്പം 2-3 പേരെ ഫേമസ് ആൾക്കാരെയൊക്കെ വിളിച്ച് നമ്മൾ ഓൺലൈനിൽ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു തരത്തിലും ആർഷയ്ക്ക് ജോലി കിട്ടില്ല. അഥവാ കിട്ടിയാൽ തന്നെ ഒന്നെങ്കിൽ ആർഷയുടെ നേച്ചർ അനുസരിച്ച് ആർഷ ഇട്ടിട്ട് വരും, അതല്ലെന്നുണ്ടെങ്കിൽ കമ്പനിയായിട്ട് പിരിച്ചുവിടും, ഇയാൾക്ക് കിട്ടത്തില്ല, എത്ര ശ്രമിച്ചാലും കിട്ടത്തില്ലെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ഈ ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഉപ്പുമായിട്ട് പോയപ്പോഴും എൻ്റെ ഹസ്ബൻഡ് ചെറുതായിട്ടൊന്ന് ചിരിച്ച് എന്നോട് ചോദിച്ചു ഇതൊക്കെ സാധ്യമാണോ? ഞാൻ പറഞ്ഞു സാധ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോയി. ഇൻ്റർവ്യൂവിന് കയറി. മാനേജർ തുടങ്ങിയപ്പോഴേ എന്നോട് നോർമൽ ഇൻ്റർവ്യൂ അല്ലായിരുന്നു, കാരണം ഒരു സംസാരിച്ച് ഒരു വേറൊരു രീതിയായി. അപ്പോൾ എനിക്ക് തോന്നി ഇൻ്റർവ്യൂ കിട്ടത്തില്ല, ഈ ഇൻ്റർവ്യൂ എന്തായാലും കിട്ടത്തില്ല. ഇന്ന് ഇറങ്ങിയപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എനിക്ക് കിട്ടത്തില്ല ഈ ജോലി. അപ്പോൾ പറഞ്ഞാൽ അപ്പോൾ നോർമലി പോകുന്നതിൻ്റെ കൂട്ട് തന്നെയാണ്. അപ്പോൾ ഫെബ്രുവരി മന്തും കഴിഞ്ഞു. മാർച്ച് 22 ആയപ്പം മാനേജറിനെ വിളിച്ചിട്ട് പറഞ്ഞു അവരുടെ CEO സൗദിയിൽ നിന്ന് വരുന്നുണ്ട്, സൗദി നാഷണാലിറ്റിയാണ്, അപ്പം നേരിട്ട് കണ്ട് ഇൻ്റർവ്യൂ ചെയ്യണം, കാരണം ഫിനാൻസിലായതുകൊണ്ട് നേരിട്ട് പുള്ളിക്കാരൻ എന്നെ ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ശരി ഓക്കെ ഞാൻ വരാമെന്ന് പറഞ്ഞു. ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. അന്നേരവും ഞാൻ ഉപ്പും എല്ലാം എൻ്റെ CV-യിലും എൻ്റെ കയ്യിലും എൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിലും എല്ലാം ഇട്ടുകൊണ്ടാണ് പോയത്. അവിടെ ചെന്നു. അപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞു. എന്നിട്ട് പറഞ്ഞു അവർ പറയാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ റൂമിൽ വന്നപ്പോഴത്തേക്ക് അവരെനിക്ക് ഓഫർ ലെറ്റർ അയച്ചു. 25-ാം തീയതി മാർച്ച് 25, 2024 അവിടെ ജോയിൻ ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ എനിക്കങ്ങ് സന്തോഷമായിരുന്നു. ഞാൻ അന്നേരം എൻ്റെ ഹസ്ബൻഡിനോടും എൻ്റെ അമ്മയോടും എല്ലാം ഞാൻ പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്തിട്ടാണ് എനിക്ക് ജോലി കിട്ടിയത്. എനിക്ക് ആദ്യം ചെന്ന് സാക്ഷ്യം പറയണം, എനിക്ക് ഇപ്രാവശ്യം നാട്ടിൽ ചെല്ലുമ്പോൾ ആദ്യമേ സാക്ഷ്യം പറയണം, ഞാൻ അതാണ് പറഞ്ഞേക്കുന്നത് അമ്മയോട് വാക്കെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് അമ്മ പറഞ്ഞാൽ ശരി ഓക്കെ നീ പോയി സാക്ഷ്യം പറ എന്ന് പറഞ്ഞു. അങ്ങനെ ജോലിയിൽ ഞാൻ ഇന്നും കണ്ടിന്യൂ ചെയ്യുന്നു. എനിക്ക് അവിടെ തന്നെയാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് തടസ്സങ്ങളൊക്കെ വന്നു, പക്ഷെ അതെല്ലാം നമ്മൾ പോലും അറിയാതെ അതെങ്ങനെയാണെന്ന് മാത്രം എനിക്കറിയത്തില്ല. ഞാൻ അമ്മയോട് മാത്രം അമ്മ ഇതിന് എന്താണ് ഒരു പരിഹാരമെന്ന് മാത്രം ചോദിച്ചാൽ മതി, എനിക്ക് ഉടനടി പരിഹാരമാണ് എല്ലാ കാര്യത്തിലും. ആ ഒരു ഉടമ്പടി എടുത്ത് 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ സ്വാഭാവിക മനുഷ്യനല്ലേ ഞാനത് വിട്ടു കഴിഞ്ഞൊരു 2 മാസം ഇടവേളയൊക്കെ ആയപ്പോൾ ഞാൻ തന്നെ ഓർത്തു മനുഷ്യനായിട്ടുള്ളവരെല്ലാം നമുക്കുള്ള കാര്യങ്ങളെല്ലാം സാധിച്ചു കഴിയുമ്പോൾ ദൈവത്തിനെ മറക്കുമല്ലോ. ഞാനും സ്വാഭാവികമായിട്ട് മറന്നു. ഞാനപ്പോൾ അമ്മയോട് മാപ്പൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ പിന്നെ കഴിഞ്ഞ വർഷം 2025 ജനുവരി 17-ാം തീയതി ഞാൻ ഡ്രൈവ് ചെയ്ത് തിരിച്ച് ഫ്ലാറ്റിലോട്ട് വരികയായിരുന്നു. ക്രോസ് ഇങ്ങനെ യൂട്ടേൺ ഇങ്ങനെ എടുത്തു വന്നു. എൻ്റെ കയ്യിൽ നിന്ന് വണ്ടിയുടെ കൺട്രോൾ പോയി. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എൻ്റെ കയ്യിൽ നിന്ന് ഈ ട്രാക്കിൽ നിന്ന് ഇങ്ങേ ട്രാക്കിലോട്ട് പോയി. യു.എയിലെ റൂൾ എല്ലാവർക്കും അറിയാവുന്ന, ഒരു വ്യക്തിയെ മുട്ടുകയോ എന്തെങ്കിലും സംഭവിച്ചാൽ അവിടുത്തെ ജയിലിലാണ്. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ വണ്ടി ഇങ്ങനെ പറക്കുവാണ്. പിള്ളേരൊക്കെ ഗെയിം കളിക്കുന്നതിൻ്റെ കൂട്ട്
പറന്നിങ്ങനെ പോവുകയാണ് എൻ്റെ വണ്ടി. ഞാൻ നോക്കിയപ്പോൾ ഞാൻ മുകളിലാണ്, താഴെ കൂടെ വണ്ടിയെല്ലാം ലൈൻ ബൈ ലൈനായിട്ട് പോകുന്നു. അപ്പം ഞാൻ ഓർത്ത് ഞാൻ മരിച്ചു പോയി. ഞാൻ അമ്മേന്ന് മാത്രം ഒന്ന് വിളിച്ചു. സ്റ്റിയറിംഗിൽ നിന്നും എല്ലാം കൈയെടുത്തു, ആക്സിലേറ്ററിൽ നിന്നും എല്ലാം കൈയെടുത്തു. എങ്ങനെയാണെന്ന് മാത്രം ഇന്നും എനിക്കറിയത്തില്ല. ഞാൻ ഈ അൾത്താരയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് അമ്മ മാതാവിൻ്റെ അനുഗ്രഹവും കൃപ കൊണ്ടും മാത്രമാണ്. ആ വണ്ടി ചെന്നിട്ട് അടുത്ത ഹോട്ടലിൽ ഇടിച്ചിട്ട് അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഡോറ് തുറക്കാൻ നോക്കുന്നു, പറ്റുന്നില്ല. ഞാൻ അമ്മയെ വിളിച്ചുകൊണ്ടിട്ട് ഡോറ് തുറക്കുക. അവസാനം അത് തുറന്നിറങ്ങി വന്നപ്പം അവിടെ ഒരു ലോക്കൽ ഓടി വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ചോദിച്ചു, ഇയാൾ ഇപ്പോഴും ജീവനോടുണ്ടോ? വണ്ടിയുടെ കണ്ടീഷൻ അതേ രീതിയാണ്, മൊത്തം പോയി. നമുക്ക് പിന്നെ ആ വണ്ടി ഒന്നിനും കൊള്ളത്തില്ല. നമ്മളത് ടോട്ടൽ ലോസിന് കൊടുക്കുമായിരുന്നു ചെയ്തത്. പിന്നെ അതിനുശേഷം ഞാൻ പിന്നെ കണ്ടിന്യൂസ് ഓൺലൈൻ ഉടമ്പടി എടുത്തു. കഴിഞ്ഞ വർഷം നാട്ടിൽ വന്നു 2-3 ദിവസത്തേക്ക്, പക്ഷേ എനിക്കിവിടെ വരാൻ പറ്റിയില്ല. അതിനുശേഷം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ 2025 ഡിസംബർ ആകുമ്പോൾ എനിക്ക് നാട്ടിൽ വരാൻ പറ്റണേ, അവധിക്ക്, വെക്കേഷന്. കാരണം എനിക്ക് കമ്പനിയിൽ നിന്ന് അവധി തരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വരാൻ പറ്റണേ, വരുമ്പോൾ എനിക്ക് സാക്ഷ്യം പറയണം. അപ്പം ഞങ്ങൾക്ക് കുറച്ച് ലോണുകളുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ കടബാധ്യതകളുള്ളതുകൊണ്ട് അത് അമ്മ 2025 ഡിസംബർ ആകുമ്പോഴത്തേക്ക് എനിക്ക് തീർത്ത് തരണേന്ന് പറഞ്ഞു. ഞങ്ങൾ നവംബർ 23 UAE നിന്ന് ഇവിടെ വന്നു. പക്ഷേ ലോണിനുള്ള ഒരു പൈസയും നമ്മുടെ കയ്യിലില്ലായിരുന്നു. എങ്ങനെയെന്ന് മാത്രം അറിയത്തില്ല. നമ്മൾ ഏതോ ഒരു ലോണിന് കുറച്ച് പൈസ അടച്ചു, ബാക്കി എല്ലാ ലോണും നമ്മുടെ ക്ലോസായി. നമ്മൾ ലോൺ അടച്ച അതേ പൈസ തന്നെ ഇപ്പം എൻ്റെ അക്കൗണ്ടിൽ കിടക്കുകയാണ്. അതെങ്ങനെയാണെന്ന് മാത്രം എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു തിരിച്ചു വന്നപ്പോൾ, ഞാൻ അമ്മയോട് ഒരു കാര്യമേ പറഞ്ഞുള്ളൂ, അമ്മ ഡിസംബറിൽ വരുമ്പം എൻ്റെ ലോൺ ക്ലോസ് ചെയ്ത് തരണം, എല്ലാ ബാധ്യതകളും തീർത്ത് തരണം. അതിന് എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു എല്ലാം തീർത്തു തന്നു. ഞാൻ പറഞ്ഞു എനിക്കിനി അമ്മയോട് ഒന്നും ചോദിക്കാനില്ല, എല്ലാം എനിക്ക് സാധിച്ചു തന്നു, മനുഷ്യനാൽ അസാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും. കാരണം എൻ്റെ ഒരു കഴിവ് കൊണ്ട് ഒന്നുമല്ല, അമ്മയുടെ കൃപയാലാണ് എനിക്ക് ഇന്നും ഞാൻ ഈ ആൾത്താരെ ജീവനോടെ നിൽക്കുന്നത് തന്നെ. ഞാനിപ്പോൾ UAE നിന്ന് വന്ന് തന്നെ സാക്ഷ്യം പറയാനും വേണ്ടിയാണ്. ഇതോടുകൂടി ഞാൻ നിർത്തുന്നു. നന്ദി. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, ഇവിടുത്തെ പത്രം എനിക്ക് ആദ്യമേ കിട്ടാൻ ഒരു വഴിയില്ലായിരുന്നു. അപ്പം നമ്മൾ ആദ്യമേ ഒരു കൃപാസന ഗ്രൂപ്പ്, കുവൈറ്റ് എന്നുള്ളൊരു ഗ്രൂപ്പിൽ ഞാൻ ജോയിൻ ചെയ്തായിരുന്നു. അപ്പോൾ അതിലുള്ള ആളുകൾ ഓൺലൈൻ ആയിട്ട് എനിക്ക് പത്രത്തിൻ്റെ ഇത് അയച്ചു തന്നു. ഞാനത് അവിടെ നിന്ന് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് പള്ളികളിൽ കൊടുത്ത്. അപ്പോൾ അവരൊക്കെ ആദ്യമേ എന്നെ കളിയാക്കി. എന്നോട് ചോദിച്ചു ഹിന്ദുവാണോ, കാര്യം സാധിച്ചോ എന്നൊക്കെ എന്നോട് ചോദിച്ചു. എന്നിട്ട് ചിലർ വാങ്ങിച്ചില്ല. അപ്പോൾ ഞാനും എൻ്റെ മൂത്ത മകനോട് പത്രം കൊടുക്കാൻ പോയത്. അപ്പോൾ മാം പറഞ്ഞു അമ്മ എല്ലാവരും വാങ്ങിക്കും. ഞാൻ പറഞ്ഞു വാങ്ങിക്കും, നീ വിഷമിക്കായിരിക്കും. അപ്പോൾ ഞാൻ അമ്മയോട് അമ്മ എൻ്റെ ഇരിക്കുന്ന പത്രം ഒരെണ്ണം പോലും അധികം വരല്ലേ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. എല്ലാവരും വാങ്ങിച്ച് അവസാനം എനിക്ക് കൊടുക്കാൻ പത്രമില്ലായിരുന്നു. പിന്നെ ഞാൻ ഈ യൂട്യൂബിൽ കാണുന്ന സാക്ഷ്യങ്ങളും ധ്യാനങ്ങളും എല്ലാം ഓൺലൈനിൽ ഷെയർ ചെയ്യും. അന്നേരം എല്ലാം എന്നെ കളിയാക്കിയിട്ടുണ്ട് കൂട്ടുകാർ. ഹിന്ദുക്കളുടെ ഇതിൽ ഇഷ്ടംപോലെ ദൈവങ്ങളില്ലേ, എന്തിനാണ് നീ ഇതിൽ പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിച്ച് എന്നെ കളിയാക്കിയിട്ടുണ്ട്, എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എനിക്ക് ഇവിടുത്തെ അനുഗ്രഹം കൊണ്ടാണ് ഈ ജോലി കിട്ടിയത്, ഞാൻ ഇനിയും ഷെയർ ചെയ്യും. ഈ പറഞ്ഞവർക്കൊന്നും ഞാൻ പിന്നെ ഷെയർ ചെയ്യാൻ പോയില്ല. ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾ തന്നെ ചോദിച്ച് എൻ്റെ അടുത്ത് വരുമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നമുക്കറിയാം, നമുക്കിവിടെ ഓൺലൈനായിട്ട് എല്ലാവരും സഹായിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് അറിയാവുന്നവർ ഇപ്പം നമ്മളോട് സഹായമൊക്കെ ചോദിച്ചാൽ അന്നേരം നമ്മളവർക്ക് അസുഖബാധിതരായിട്ടുള്ളവർക്കും എല്ലാം നമ്മൾ കൊടുക്കും. പിന്നെ ഫുഡ് കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു, ആഹാരത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനെ സപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെയാണ് കാരുണ്യ പ്രവൃത്തിയിലായിട്ട് ചെയ്തത്. മെയിനായിട്ട് ഞാൻ ഇവിടുത്തെ സാക്ഷ്യം കേൾക്കുകയാണ്. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് എനിക്ക് ഓഫീസിൽ കിട്ടിയാലും എവിടെ കിട്ടിയാലും, ഓഫീസിലാണേലും എൻ്റെ കൂടെയുള്ള ഹിന്ദുക്കളൊക്കെ അവരൊക്കെ എന്നെ കളിയാക്കും. അവരൊക്കെ എന്നോട് പറയും നീ എപ്പോഴും ഇത് കൃപാസനം എന്നും പറഞ്ഞിട്ട് ഇരിക്കുവാന്ന് തോന്നുന്നു. അപ്പം ഞാൻ പറഞ്ഞിരുന്നവരോട് ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയും, അത് യൂട്യൂബിൽ വരും, നിങ്ങളത് കാണും, അന്നേരം നിങ്ങൾ അറിയൂ എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്താണെന്നുള്ളത്. അത് ഈ മൈക്കിൽ കൂടെ പറഞ്ഞാലോ ഒന്നും തീരത്തില്ല അനുഗ്രഹങ്ങൾ. കാരണം ഒരു വട്ടം അമ്മ അനുഗ്രഹിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ അനുഗ്രഹങ്ങളുടെ പെരുമഴയായിരിക്കും അമ്മയുമായിട്ട് അടുത്ത് കഴിഞ്ഞാൽ എന്ത് കാര്യത്തിനാണേലും. കാരണം അവിടെ നമ്മൾ ഓൺലൈൻ ഗ്രൂപ്പിൽ കൃപാസനത്തിൻ്റെ അഖണ്ഡ ജപമാലയിലും എല്ലാം ഞാൻ പങ്കെടുക്കും. എനിക്ക് പറ്റുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ പങ്കെടുക്കും. ഇതൊക്കെയാണ് ഞാൻ കാരുണ്യപ്രവർത്തികളായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 20-ാം തിരുവചനം. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും. ആർഷ എന്ന ഈ മകളുടെ യേശുവാണ് ഏകരക്ഷകൻ എന്ന് ഏറ്റുപറയുന്ന ഒരു വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം കേട്ടത്. ആർഷ വളരെ ധൈര്യപൂർവ്വമാണ് ഈ സാക്ഷ്യം ഇവിടെ വന്ന് പറയുന്നത്. ഇവിടെ വരാനുണ്ടായ സാഹചര്യം ആർഷ വിവരിക്കുകയായിരുന്നു. തൻ്റെ ജാതകദോഷത്തിൽ തന്നെ അവർക്ക് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു വലിയ വസ്തുതയാണ്, ഒരിക്കലും മകൾക്ക് ജോലി കിട്ടുകയില്ല, കിട്ടിയാൽ തന്നെ ആ ജോലി ആർഷ അവിടെ നിന്ന് ഉപേക്ഷിച്ചു പോരും എന്നുള്ളതാണ് തൻ്റെ ജീവിതത്തെക്കുറിച്ച് പലരും വിധി എഴുതിയിരിക്കുന്നത്. പക്ഷേ രക്ഷകനായ ക്രിസ്തു
പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി മകൾക്ക് ചെയ്തു കൊടുത്ത ഒരു വലിയ മഹാകാര്യമാണ് അവരുടെ ജീവിതത്തിലുണ്ടായത്. 2 വർഷക്കാലമായി മകൾ ഇന്ന് UAE ജോലി ചെയ്യുമ്പോൾ ആ വിധി എഴുതിയതെല്ലാം മാറി വളരെ വിശ്വാസത്തോടു കൂടി പരിശുദ്ധ അമ്മയുടെ അൾത്താരയിൽ വന്ന് ഈശോയുടെ നാമം ഏറ്റുപറയുവാനും ഈശോയുടെ വിശ്വാസം കൈമാറുവാനും അനേകം മക്കൾക്ക് അത് കൈമാറി കൊടുക്കുവാനുള്ള വലിയ സൗഭാഗ്യം ലഭിച്ചതിന് നന്ദി പറയുവാനുമാണ് ഇന്ന് ഈ മകൾ ഇവിടെ നിൽക്കുന്നത്. ഈ മകൾ പ്രതീക്ഷിച്ചതിലപ്പുറം ഒരു നല്ല അക്കൗണ്ടൻ്റായി UAE വർക്ക് ചെയ്യാൻ ഈ മകൾക്ക് സാധിക്കുന്നു എന്ന് ഏറ്റുപറയുന്നു. ഓൺലൈൻ ഉടമ്പടി എടുത്ത് 2 മാസത്തിനുള്ളിലാണ് ഈ മകൾക്ക് ജോലി ലഭിച്ചത്. അതും വളരെ അപ്രതീക്ഷിതമായി ഇവർക്ക് തോന്നിയേക്കാവുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, ഉടമ്പടിയിലേക്ക് ഇവിടെ കാലെടുത്ത് വയ്ക്കുന്ന, നാം എവിടെ ഇരുന്നാലും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അമ്മയെന്ന് വിളി കേൾക്കുന്ന ഒരു വലിയ പ്രാർത്ഥനാ പദ്ധതിയാണ്. ഉടൻ പരിഹാരം നൽകുന്ന ഒരു പ്രാർത്ഥനാ പദ്ധതിയാണ് ഉടമ്പടി പ്രാർത്ഥന എന്ന് നമുക്കറിയാം. ജോസഫ് അച്ഛൻ നമ്മെ പലപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട്, നമുക്ക് അനുഗ്രഹം കിട്ടി മറന്നു പോകരുത്. നമുക്ക് ആദ്യമായി പ്രാർത്ഥിച്ചാൽ എന്ത് പ്രാർത്ഥിക്കുന്നുവോ ഈശോ നമുക്കത് എത്രയും പെട്ടെന്ന് തരും. ആർഷിക്ക് പറ്റിയൊരു തെറ്റത് തന്നെയാണ്. ഉടമ്പടിയിൽ പ്രാർത്ഥിച്ച ആ ഒരു നിയോഗം വളരെ പെട്ടെന്ന് സാധിക്കുകയും ഈശോയെയും അമ്മയെയും പെട്ടെന്ന് മറന്നുപോയി. അതിൻ്റെ ആ ഒരു തെറ്റ് മനസ്സിലായപ്പോൾ വളരെ സ്നേഹത്തോടുകൂടി ഈശോയെ ആശ്ലേഷിക്കുവാനും പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുവാനുള്ള കൃപ വീണ്ടും തിരിച്ചു ലഭിച്ചതാണ് ആർഷയുടെ ഏറ്റവും വലിയ ഒരു ഗുണം, അല്ലെങ്കിൽ ആർഷയ്ക്ക് ലഭിച്ച ഒരു വലിയ അനുഗ്രഹം എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. പിന്നീടുള്ള ജീവിതത്തിലെല്ലാം ഈ 2 വർഷക്കാലം പരിശുദ്ധ അമ്മ കൂട്ടിച്ചേർത്ത് സ്നേഹത്തോടെ കൊണ്ടു നടക്കുന്നൊരു വലിയ അനുഭവം. വലിയൊരു അപകടമുണ്ടായിട്ടും എപ്പോഴും പരിശുദ്ധ അമ്മ കാത്തുരക്ഷിക്കുന്ന, വാഹനം ഒട്ടുമിക്കുക അത് തകർന്ന് തരിപ്പണമായാലും ഒരു പോറൽ പോലും ആർഷയ്ക്ക് സംഭവിക്കാതെ ഈശോയുടെ ഉള്ളംകൈയിൽ ഈ മകളെ കാത്തുരക്ഷിച്ച ഒരു വലിയ പ്രാർത്ഥനാ പദ്ധതിയാണിത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമ്മുടെ എല്ലാ ജീവിത സങ്കടങ്ങളെയും, എത്ര തന്നെ വലിയ ജീവിത പ്രശ്നങ്ങളായാലും സമയച്ചുരുക്കത്തിൻ്റെ അമ്മ നമുക്ക് ഈ 2 മാസക്കാലത്ത് പ്രാർത്ഥിച്ച് ഒരിക്കലും സംഭവിക്കില്ല, ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ ഒരു കാര്യം, അവരുടെ തന്നെ മെറിറ്റിൽ പോലും നടക്കാത്തൊരു കാര്യം, പരിശുദ്ധ അമ്മ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവരുടെ വലിയൊരു ജീവിതഭാരം ചുരുക്കി കൊടുത്ത് ആശ്വസിപ്പിച്ച ഒരു വലിയ സാക്ഷ്യത്തിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ആർഷയ്ക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.